പ്രിയമുള്ളവരെ, കോൺഗ്രസിന് കേരളത്തിന് മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ കഴിയാത്തത് കൊണ്ട് ചാനലുകളൊക്കെ ഇപ്പോൾ ആ ചർച്ചകൾ ഏറ്റെടുത്തിക്കണം. എന്താണ് ചാനലിൻ്റെ ഒക്കെ പ്രശ്നം? കോൺഗ്രസിനൊക്കെ അങ്ങേയറ്റം രൂക്ഷമായിട്ട് പറയാണ്, ഇതിൽ നല്ലത് പിണറായി സർക്കാർ ഭരണം തുടർന്നാൽ മതിയാണ്. സിന്ധു സൂര്യകുമാറൊക്കെ അയ്യോ എന്നൊക്കെ പറഞ്ഞിട്ട് കരയാൻ തുടങ്ങി. അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ ലീഗിൻ്റെയൊക്കെ സൈബർ ഇടങ്ങളിലൊക്കെ ഇടപെടുന്ന ആളുകൾ, ബദറു കൈതപ്പോഴടക്കം രംഗത്തിറങ്ങി ഇന്ന് ഭീഷണിയായിട്ട് കണ്ണിൻ്റെ പുരകനെ ഇളക്കുന്ന ആളുണ്ടല്ലോ. എൻ്റെ ചങ്ങായിമാരെ, നിങ്ങൾ എന്തിനാ വോട്ട് ചെയ്തത്? കേരളത്തിൽ ഈ ജനക്ഷേമ പ്രവർത്തനമോ വികസനമോ സമാധാന അന്തരീക്ഷമോ ഇതൊന്നും ഇല്ലാത്തത് കൊണ്ടല്ലല്ലോ. നിങ്ങൾ പറഞ്ഞത് ഒരു മാറ്റം വേണം. 10 വർഷമായാലും LDF, ഇനിയൊരു മാറ്റം വേണം. ആ മാറ്റമാണ് ഈ കാണുന്നതൊക്കെ. ഇപ്പോൾ LDF ആണ് വിജയിച്ചിരിക്കുന്നെങ്കിൽ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടും 1 മണിക്കൂറോ, അവർ 2 മണിക്കൂർ 3 മണിക്കൂർ സ്റ്റേറ്റ് കമ്മിറ്റിയും കൂടി മുഖ്യമന്ത്രി തീരുമാനിച്ച് LDF പറഞ്ഞ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും പിറ്റേ ദിവസം സത്യപ്രതിജ്ഞ ചെയ്യും. കഴിഞ്ഞു. ഇതൊക്കെ 2016 21 നമ്മൾ കാണില്ലേ? മാറ്റല്ലേ വേണ്ടത്? ആ മാറ്റത്തിന് വേണ്ടിയിട്ട് വോട്ട് കുത്തുകയും അതിനുവേണ്ടി അഹോരാത്രം പണിയെടുക്കുകയൊക്കെ ചെയ്ത ചാനലുകാരാ, നിങ്ങൾക്ക് എന്താ ഇത്ര വിഷമം? ഇതിപ്പോൾ മുഖ്യമന്ത്രി തീരുമാനിക്കേണ്ട കാര്യം തന്നെ ഇത്ര സമയമായി. ഇനിയിപ്പോൾ അതിലേക്ക് വലിയ മാറ്റമായിരിക്കും മന്ത്രിമാരെ തീരുമാനിക്കുമ്പോൾ. പിന്നെ വകുപ്പ് വിജനത്തിന്റെ മാറ്റം, കഴിഞ്ഞ് ഭരണം തുടങ്ങിയുള്ള മാറ്റം കാണണ്ടേ? പണ്ട് ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോൾ VD സതീശൻ പറഞ്ഞത് എന്താ? തീവെട്ടിക്കൊള്ളയാണ് നടക്കുന്നത്. അന്നത്തെ KPCC പ്രസിഡന്റ് സുധീരൻ പറഞ്ഞത് കൊള്ള സംഘാണ് ഭരണം നടത്തുന്നത്. അങ്ങനത്തെ മാറ്റങ്ങൾ ഇതൊക്കെ കാണാൻ വേണ്ടി ഇപ്പം മീഡിയാസിനെ കാണുമ്പോൾ ഇടതുപക്ഷം ഭരിക്കുമ്പോൾ വാർത്തകൾക്ക് ഭയങ്കര പഞ്ഞായിരുന്നു. ഇപ്പോൾ ആ പഞ്ഞൊക്കെ തീർന്നില്ലേ? അതിന് വേണ്ടിയിട്ടാണ് അവരൊക്കെ ഇത്രപോരം UDF വേണ്ടി സപ്പോർട്ട് ചെയ്തിരുന്നത്. അപ്പം മാറ്റത്തിന് വേണ്ടിയിട്ടാണ് വോട്ട് ചെയ്തത്. അതൊക്കെ മാറ്റത്തിന്റെ ഭാഗമാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങ് സബൂറാക്കുക. ഓക്കെ.